ടോട്ടൽ ലോസായി പോയില്ല രണ്ട് വണ്ടി. എൻ്റെ അമ്മോ, രണ്ട് കാറിൻ്റെ ഒന്നുമില്ലല്ലേ. മോൾ ഭാഗമൊക്കെ തോടുകൂടിയല്ലേ. മുംബൈ എക്സ്പ്രസ് ഹൈവേയിൽ വണ്ടി ഇടിച്ചിട്ടേ രണ്ട് കാറും ടോട്ടൽ ലോസായി പോയി. ഒടുക്കത്തെ സ്പീഡിൽ വന്നിട്ട് ഈ ഒരു മുംബൈ എക്സ്പ്രസ് ഹൈവേയിലൊക്കെ ഇറക്കും. അതായത് ഏതൊരു ഘാട്ട്, അതൊരു കാട് ഇറങ്ങണമെങ്കിലും നമ്മളെപ്പോഴും സെക്കൻഡ് ഹൈ ഗിയർ ഇടണം. നമ്മളിട്ടണ ഗിയർ അതാ സെക്കൻഡ് ഹൈ ഗിയർ. അതിലിട്ടിട്ട് ബ്രേക്കുമ്പോൾ തൊടാണ്ട് പയ്യെ എൻജിൻ ഗിയർ ഇട്ട് എൻജിൻ ഗിയർ ഇട്ട് പയ്യെ RPM നോക്കി പയ്യെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ വീല് ചൂടാവാതെ പോരാം. എന്തൊരു രസമല്ല പാലം. അതിലെ പുതിയ വഴി പറഞ്ഞതിൻ്റെ പാലാണ് കാണുന്നത്. അത് ഓപ്പണായിട്ടില്ല. എത്ര അടി ഹൈറ്റില്ലാന്നറിയോ? അത് വെച്ചാൽ വീല് ചൂടാവാണ്ട് പരമാവധി ഇറങ്ങണം. പയ്യെ ഇറങ്ങാവും. വീല് ചൂടായി എന്ന് തോന്നി കഴിഞ്ഞാൽ വണ്ടി നിർത്തണം. വണ്ടി നിർത്തില്ല എന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ഇതിൽ ഡിസ്ക് ഡ്രമ്മൊക്കെ ചൂടായിട്ട് തീ പിടിക്കും. മുംബൈ എക്സ്പ്രസ് ഹൈവേയിലെ വഴി നല്ല അടിപൊളിയാണ് കാണാനായിട്ട്. കുഴപ്പമില്ല, വണ്ടി ഓടിക്കാനൊക്കെ നല്ല ഇതാണ്. പക്ഷെ വണ്ടി ഇറക്കം ഇങ്ങനെ ഇറങ്ങിയിട്ട് വരുന്ന ലോറിക്കാർക്ക് വളരെയധികം കഷ്ടപ്പാടാണ്. ഓരോ ടൂണിലും ഗുഹയും കാണുമ്പോൾ ഇതിനുള്ളിൽ വേറെ എക്സോസ് ഫാനോ എയർ വലിച്ചെടുക്കാനുള്ളതൊന്നും കൊടുത്തക്കണത് കാണാനില്ല. ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സോ കൊടുത്തിട്ടുണ്ട്. നല്ല വെയിലായി പുറത്തേക്ക്. അതിനുള്ളിൽ നല്ല ഇതാണ്. ഈ സൗണ്ടേ ഭയങ്കര റംബൽ സൗണ്ട് കാരണം കൊണ്ട് വർത്താനം പറയുന്നത് കേൾക്കാൻ സാധ്യത കുറവാണ്. കുറച്ച് കേൾക്കാൻ പറ്റുള്ളൂ. പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം കൊള്ളാം. എന്ത് രസമല്ല സ്ഥലം. ആ ചങ്കളെ. അപ്പോൾ പൂനെ മുംബൈ എക്സ്പ്രസ് ഹൈവേയിൽ നമ്മൾ ലോറി ഡ്രൈവേഴ്സിനോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ വീഡിയോ കാണുന്ന ഒരുവിധ ആൾക്കാർക്ക് ഒരുവിധം വലിയ ഇതിപ്പോൾ പുതിയതായിട്ട് വരുന്ന ആൾക്കാരുകൾക്കൊക്കെ ഒരു ചെറിയൊരു ബോധവൽക്കരണം പോലെ വേണമെങ്കിൽ ചിന്തിക്കാം. അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി മാത്രം. സെക്കൻഡ് ഹൈ ഗിയറിൽ ലോഡ് വണ്ടി ഇറങ്ങുമ്പോൾ ഏത് ഗിയറിൽ ഇറങ്ങുകയാണെങ്കിലും ഇടയ്ക്ക് വീല് ചൂടാവണമെന്ന് ഇടയ്ക്ക് നോക്കാം. നിർത്താനുള്ള മടി ആരും മനസ്സിൽ വിചാരിക്കരുത്. നമ്മുടെ ഒരുപാട് ചങ്കുകളുടെ വണ്ടികൾ കംപ്ലൈൻ്റ് കിടക്കുന്ന നമ്മൾ ലൈനിൽ കണ്ടായിരുന്നു. അപ്പം എല്ലാവരും പരമാവധി നമ്മുടെ സേഫ് ക്ലിയർ ചെയ്ത് പോവാം. വെടിയുണ്ട മാതിരി പോകണം ആ സാധനം ലോഡ് വണ്ടി. ഈ വെടിയുണ്ട മാതിരി ഇങ്ങനെ പോയി ആ വീലും ചൂടാക്കി ചവിട്ടിയാൽ കിട്ടൂല ട്രെയിലർ. ഇവിടെ ഏറ്റവും കൂടുതൽ സ്പീഡിൽ പോണത് ഈ പുറം വണ്ടികൾ, ഈ MH വണ്ടികൾ, മറ്റുള്ള ഗുജറാത്ത്, GJ, UP അങ്ങനെയുള്ള വണ്ടികളൊക്കെയാണ് നല്ല സ്പീഡിൽ പോണത്. മറ്റുള്ള കേരള വണ്ടികളും മറ്റുള്ള വണ്ടികളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ തമിഴ്നാട് വണ്ടികളൊക്കെ അത്യാവശ്യം കെയർ ചെയ്ത് ഗിയറിൽ സെക്കൻഡ് ഗിയറിട്ട് സേഫ് ചെയ്ത് വരുന്നത്. മറ്റുള്ള സ്റ്റേറ്റിന് നമ്മൾ കുറ്റം പറയുന്നല്ല, അവർ ഇത്തിരി സ്പീഡിൽ ഇങ്ങനെ ഓടിക്കണം. അതിൻ്റെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടിട്ട് വീല് ചൂടാറിയിട്ട് ഇവിടെ നിർത്തിയിട്ടിട്ട് ഇതേപോലെ റെസ്റ്റ് എടുക്കും. വീല് പഞ്ചറായി കണ്ടാ, ഫ്രണ്ട് വീല് പഞ്ചറായി, ഫ്രണ്ട് വീല് പഞ്ചറായിട്ട് കുത്തിയത്. അത് വന്ന സ്പീഡിൽ അങ്ങനെ വന്നു കഴിയുമ്പോൾ അങ്ങനെ ഇരിക്കും. അവരുടെ സഹായങ്ങൾ ചോദിക്കണം. അത് അത്യാവശ്യം പയ്യെ സ്ലോവിൽ വരണമെങ്കിൽ കുഴപ്പമില്ല. ഇതിങ്ങനെ ബ്രേക്ക് ചവിട്ടി ആ വീല് അയാൾ ഇനിയിപ്പോൾ ആ മാറ്റണമെങ്കിൽ വരെ പാടാ.
അതൊക്കെ എന്തൊരു സ്മെല്ലാന്നറിയോ? പടച്ചു കുത്തി വന്നിട്ട് ഭയങ്കര സ്മെല്ലായി. കണ്ട കട്ട കണ്ട കട്ട ഊട് വെച്ചേക്ക. അതെ അവിടെ നിന്ന് ഇറക്കത്തുനിന്ന് ഇങ്ങനെ പെട്ടുണ്ട് വരും അല്ലേ? പണി നടക്കണ്ട ഇവിടെ. അത് വെട്ടുണ്ട് വരി വന്നിട്ട് പിന്നെ വണ്ടിക്ക് ബ്രേക്ക് ഇല്ല. അത്ര അത് മാത്രല്ലടാ വീലിന്ന് തീ പിടിക്കേ. അതൊക്കെയാണ് വിശേഷങ്ങൾ കേസ്. എല്ലാവരും പൂനെ എക്സസൈസൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും കാട്ടൊക്കെ ഇറങ്ങുമ്പോൾ എല്ലാവരും കെയർ ചെയ്യുക. നമ്മുടെ മലയാളികളൊക്കെ അത്യാവശ്യം ആശാന്മാർ പറഞ്ഞിട്ട് കേട്ട് നമ്മുടെ വണ്ടി ആയാലും ആശാന്മാർ പറഞ്ഞിട്ട് ഒതുക്കി കെയർ ചെയ്ത് ഓടിക്കും. സെക്കൻഡ് വൈകിയൊക്കെ ഇട്ട് ആ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ഓടിക്കും. അല്ലെങ്കിൽ ആശാന്മാർ കൂടെയുള്ള ആശാന്മാർ സമ്പാദിക്കില്ല. മറ്റുള്ള ഹിന്ദിക്കാരെ അങ്ങനെയല്ല തോന്നുന്നു. അവർ വെടിയുണ്ട മാതിരിയാണ് പോണേ. അതെല്ലാവരും കേട്ടോ. അപ്പുറം സ്റ്റേറ്റ് വണ്ടികളൊക്കെ ഇങ്ങനെ വന്നിട്ട് വീല് ചൂടാക്കുക, ഒരു രക്ഷയില്ല. ഓക്കെ, അപ്പോൾ അധികം വെറുപ്പിക്കണില്ല. മറ്റൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ. ഇതൊക്കെയാണ് വിശേഷങ്ങൾ.